വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. നമ്മുടെ കേട്ടിട്ട് വിധിയുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം കേട്ടറ്റ് എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ 1 വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി അനുസരിച്ച് നിർബന്ധിത യോഗ്യതയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർവീസിൽ കേട്ടറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകരും ഇപ്പോൾ സർവീസിലുണ്ട്. അപ്പോൾ ഈ സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് യോഗ്യത എന്ന് പറയുന്നത് നിർബന്ധമാക്കുമ്പോൾ ഒരു 2 വർഷത്തെ സമയമാണ് സുപ്രീം കോടതി വിധി അനുസരിച്ച് അവർക്ക് നൽകിയിട്ടുള്ളത്. 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കേട്ടറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. കേട്ടറ്റ് ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അധ്യാപക ജോലിയിൽ തുടരേണ്ടതില്ല എന്നുള്ള രീതിയിലായിരുന്നു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിധി വന്ന സമയത്ത് നമ്മുടെ കേരള സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ വിധിക്കുള്ള ഒരു റിവ്യൂ പെറ്റീഷൻ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിവ്യൂ പെറ്റീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു അപ്ഡേഷനാണ് നിങ്ങളുമായിട്ട് പറയാനുള്ളത്. ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ അറിയുമ്പോൾ നമ്മുടെ സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ആ പുതിയ അപ്ഡേഷൻ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിപ്പോർട്ട് വരുന്നത്. കേട്ടറ്റ് വിധി സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയത് ഒപ്പിടാത്ത ഹർജി. ഇവിടെ നമ്മൾ പറഞ്ഞു 2025 സെപ്റ്റംബർ 1 സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടറ്റ് നിർബന്ധിത യോഗ്യതയാക്കിക്കൊണ്ടുള്ളൊരു വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിധിക്കെതിരെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? റിവ്യൂ പെറ്റീഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കേരള സർക്കാർ കൊടുത്തിട്ടുള്ള ആ റിവ്യൂ പെറ്റീഷനിൽ എന്ത് ചെയ്തിട്ടില്ല? ഒപ്പിടാത്ത, സൈൻ ചെയ്യാത്ത ഒരു ഹർജിയാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു റിവ്യൂ പെറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിൽ സൈൻ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആണ്. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒപ്പിടാത്ത ഹർജിയാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്. ഏപ്രിൽ 7 വരെ എന്ത് ചെയ്തിട്ടുണ്ട്? സംസ്ഥാന സർക്കാരിന് സമയം കൊടുത്തിട്ടുണ്ട്. ന്യൂനതകൾ പരിഹരിച്ചിട്ട് എന്ത് ചെയ്യണം? ഹർജി സമർപ്പിക്കേണ്ടതുണ്ട്. ഇനി ഏപ്രിൽ 7 ന്യൂനതകൾ പരിഹരിച്ചിട്ട് അത്തരത്തിലൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഹർജി നമ്മൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ 74,000 അധ്യാപകരുടെ അവസ്ഥയാണ് ഇവിടെ പ്രതിസന്ധിയിലാവാനായിട്ട് പോകുന്നത്. കേട്ടറ്റ് യോഗ്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലം മുഴുവനായി പൂരിപ്പിക്കുകയോ ഒപ്പിടുകയോ ചെയ്യാത്ത പുനർപരിശോധനാ ഹർജിയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്, ഒപ്പിടാത്ത ഹർജി. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഇതേ തുടർന്ന് ഹർജി സുപ്രീം കോടതി രജിസ്ട്രിയുടെ ന്യൂനതാ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂനതാ ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്കറിയാം അപാകതകളുള്ള ഹർജികളാണ് എന്തിലേക്ക് മാറ്റുന്നത്? ന്യൂനതാ ലിസ്റ്റിലേക്ക് മാറ്റുന്നത്. അവിടെ ഒന്നുകിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഹർജി പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പൂരിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരത്തിൽ അപാകതകൾ വരുമ്പോഴാണ് അത് ന്യൂനതാ ലിസ്റ്റിലേക്ക് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള റിവ്യൂ പെറ്റീഷനും ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? സുപ്രീം കോടതി രജിസ്ട്രിയുടെ ന്യൂനതാ ലിസ്റ്റിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇനി ആ ഒരു ന്യൂനതാ ലിസ്റ്റിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് വരില്ല? ആ ഹർജി അവിടെ പരിഗണിക്കില്ല, സുപ്രീം കോടതി അവിടെ പരിഗണിക്കില്ല. പരിഗണിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 7 സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം? ആ ന്യൂനതകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഹർജി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും സമർപ്പിക്കാത്ത പക്ഷം സംസ്ഥാനത്തെ 74,000-ലേറെ അധ്യാപകരുടെ തൊഴിൽ സുരക്ഷ അനിശ്ചിതത്വത്തിലാവും അല്ലേ. അപ്പോൾ ഈ ഒരു വിധി അല്ലെങ്കിൽ അതിനൊരു വന്നിട്ടുള്ള ഹർജി അത് പരിഗണിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ന്യൂനതകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അധ്യാപക നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനും കേട്ടറ്റ് യോഗ്യത നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ സർക്കാർ കഴിഞ്ഞ ജനുവരി 7 പുനർപരിശോധനാ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 2012 മുൻപ് നിയമിതരായ അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നാണ് കേരളത്തിലെ സാഹചര്യം. 10-20 വർഷം സർവീസുള്ള അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സാകുക വളരെ ദുഷ്കരമാണ് അല്ലേ. അപ്പം നമുക്കറിയാം ഓൾറെഡി സർവീസിൽ കയറിയവരാണ്. ഒരു 10 വർഷത്തെ 20 വർഷത്തെ ഒരു സർവീസ് കഴിഞ്ഞിട്ട് കേട്ടിട്ട് വേണമെന്ന് പറയുമ്പോൾ അത് വീണ്ടും പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അവരൊരു മെൻ്റൽ കണ്ടീഷനും കൂടെയാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അല്ലേ. അത്രയും നാളത്തെ സർവീസാണ് ഈ ഒരു കേട്ടറ്റ് യോഗ്യത കിട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്കറിയാം
5 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള അധ്യാപകരും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കേട്ടറ്റ് യോഗ്യത നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതിൽ തന്നെ യോഗ്യത നേടിയില്ലെങ്കിൽ നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരുമെന്ന കോടതി നിരീക്ഷണവും അധ്യാപകരനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഈ വിധി മറികടക്കാനായി സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ അധ്യാപകർക്ക് ഇളവുകൾ നൽകി ഉത്തരവിറക്കിയിരുന്നു. അല്ലെ, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കേട്ടറ്റ് യോഗ്യത നേടിയെടുക്കണം. പക്ഷേ നിലവിൽ നമുക്കിപ്പോൾ ട്രാൻസ്ഫറിന് അതല്ലെങ്കിൽ ശമ്പള വർധനവിന് ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, കേട്ടിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? അധ്യാപകർ അത് നേടിയെടുത്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മന്ത്രിസഭ തീരുമാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ റിവ്യൂ പെറ്റീഷൻ ശരിയായ രീതിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള ഈ ഇളവുകളെല്ലാം തന്നെ എന്താണ്? പിൻവലിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ഉത്തരവുകളിലെല്ലാം പുനർപരിശോധനാ ഹർജിയുടെ വിധിക്ക് വിധേയമായിരിക്കുമെന്ന നിബന്ധന ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സംസ്ഥാന സർക്കാർ കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല ഇളവുകൾ കൊടുക്കുമെങ്കിലും അവിടെ എന്ത് പറയുന്നുണ്ട്? എല്ലാം സുപ്രീം കോടതിയുടെ വിധിക്ക് ബാധകമാണ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേട്ടറ്റിൻ്റെ പുതിയ പ്രോസ്പെക്ട്സ് വരുമ്പോഴും അതിലെന്ത് തന്നെയാണ് കൊടുക്കുന്നത്? കേട്ടറ്റ് എക്സാം എഴുതാനായിട്ടുള്ള യോഗ്യതയായിട്ട് കൊടുക്കുന്നത് സുപ്രീം കോടതി പറയുന്ന സെയിം യോഗ്യതകളാണ്. ഓക്കെ, ഹർജി സാങ്കേതിക കാരണങ്ങളാൽ സുപ്രീം കോടതി തള്ളുകയോ പരിഗണിക്കപ്പെടാതിരിക്കുകയോ ചെയ്താൽ സർക്കാർ നൽകിയ ഇളവുകളെല്ലാം നിയമവിരുദ്ധമാവുകയും അധ്യാപകരുടെ ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും തടയപ്പെടുകയും ചെയ്യും. ഇത്രയും ഗൗരവതരമായ വിഷയമാണ് 3 മാസത്തോളമായി സുപ്രീം കോടതി രജിസ്ട്രിയുടെ ന്യൂനത ലിസ്റ്റിൽ തുടരുന്നത്. ജനുവരി 7 കൊടുത്ത റിവ്യൂ പെറ്റീഷനാണ് ഇപ്പോഴും അതെവിടെയാണ് നിൽക്കുന്നത്? ന്യൂനതാ ലിസ്റ്റിലാണ് നിൽക്കുന്നത്. സുപ്രീം കോടതി ആ ഒരു റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കണമെങ്കിൽ അതിലെ അപാകതകൾ പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും എന്ത് ചെയ്താൽ മതി? സംസ്ഥാന സർക്കാരിന് സമയമുണ്ട് ആ റിവ്യൂ പെറ്റീഷനിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് സമർപ്പിക്കാനായിട്ട്. ഓക്കെ, അല്ലാത്ത പക്ഷം അധ്യാപകരുടെ കാര്യം കുറച്ച് ദുഷ്കരം തന്നെയാണ്. അതും 1-2 അധ്യാപകരെ ബാധിക്കുന്ന കാര്യമല്ല, മറിച്ച് 74,000-ലേറെ അധ്യാപകരുടെ സർവീസിനെയും അവരുടെ തൊഴിൽ സുരക്ഷയെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഫലത്തിൽ കേട്ടിട്ടില്ലാത്ത അധ്യാപകർക്ക് സർവീസിൽ തുടരുന്നത് പോലും നിയമപരമായി വെല്ലുവിളിയാകുന്ന തരത്തിലാണ് സർക്കാരിൻ്റെ ഈ അപൂർണ ഹർജി. അല്ലേ, അപ്പോൾ ഒപ്പിടാത്ത ഹർജി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമല്ല, അപൂർണമാണ്. പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് അത് ഇപ്പോഴും എവിടെ തുടരുന്നത്? സുപ്രീം കോടതി രജിസ്ട്രിയുടെ ന്യൂനതാ ലിസ്റ്റിൽ തുടരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇതൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിച്ച് നമ്മുടെ സർവീസ് ഉറപ്പാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ കേട്ടറ്റ് യോഗ്യത ഇല്ലാത്ത അധ്യാപകരുണ്ടെങ്കിൽ നമുക്കറിയാം 2027 സെപ്റ്റംബർ 1-ാം തീയതി വരെയാണ് നമുക്ക് സമയമുള്ളത്. അതിനിടയിൽ തന്നെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അധ്യാപകർക്ക്, സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള കേട്ടറ്റ് നടത്തുന്നുണ്ട്. അതുകൂടാതെയും കേട്ടറ്റ് എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള അവസരങ്ങൾ അവിടെയുണ്ട്. അതെന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ആ യോഗ്യത നേടിയെടുക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട തൊഴിലിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ തന്നെ തുടരുക. ഓക്കെ, അപ്പോൾ അടുത്ത കേട്ടറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് അധ്യാപകരാണെങ്കിലും അനധ്യാപകരാണെങ്കിലും അതേപോലെ തന്നെ അധ്യാപക ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ കേട്ടറ്റ് യോഗ്യത നേടിയെടുക്കുക. കേട്ടറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അധ്യാപക ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.